ശാസ്ത്രീയ വേദപഠന ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു അവലോകനം. നമ്മുടെ വേദങ്ങൾ എന്ന് പറയുമ്പോൾ 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷേ ശ്രുതികൾ എന്ന് പറയുന്നതിൽ വേദങ്ങൾ മാത്രമല്ല, 108 ഉപനിഷത്തും വരുന്നുണ്ട്, 18 പുരാണങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയാൽ മാത്രമേ വേദപഠനം പൂർണ്ണമാവുകയുള്ളൂ. അതിൽ 108 ഉപനിഷത്തിൽ 40 ഉപനിഷത്തോളം നമ്മൾ എല്ലാ വരികളും വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. 40ഓളം കഴിഞ്ഞു. 40ാമത്തെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 108 ഏകദേശം പകുതിയോടടുക്കുകയാണ്. അഥർവവേദത്തിലാണെങ്കിൽ ഏകദേശം ഒരു 25 എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതെല്ലാം വഴിക്കാണ് പോകുന്നത്. ഒരു വരിയും വിടാതെ വരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് 18 പുരാണങ്ങളും ഋഗ്വേദവും പിന്നെ സാമവേദത്തിൽ അത് സയൻസ് ശരിക്ക് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാവുകയുള്ളൂ. എങ്കിലും സാമവേദം വന്നിരിക്കുന്നതെല്ലാം അധികവും ഋഗ്വേദത്തിൽ നിന്നെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിൽ തന്നെ അതിനെ പറ്റിയിട്ട് ഒരു 9ാമത്തെ മണ്ഡലത്തിൽ വിസ്തരിച്ച് പറഞ്ഞതുകൊണ്ട് ആ 9ാം മണ്ഡലം നമ്മൾ സാമവേദത്തെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ, ഏകദേശം ഒരു പഠനം നടത്തിക്കഴിഞ്ഞു. പക്ഷെ പറഞ്ഞു അത് അവസാനം വേണമെങ്കിൽ സാമവേദം തന്നെ ആദ്യം തൊട്ടൊരു വഴിക്ക് നമുക്ക് ഈ ക്ലാസ്സെല്ലാം വേദങ്ങളെയെല്ലാം മനസ്സിലാക്കിയതിൻ്റെ ശേഷം അവസാനം പോകാമെന്ന് പറഞ്ഞു. അപ്പം സാമവേദത്തെ പറ്റി ഒരു ഏകദേശ ധാരണയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമേ ആ സാമവേദം എന്ന പുസ്തകം പിടിച്ചുകൊണ്ട് പോകാതെയുള്ളൂ. അല്ലാതെ 108 ഉപനിഷത്തും അഥർവവേദവും എല്ലാം വഴിക്കാണ് പോകുന്നത്. പിന്നെ ഋഗ്വേദം, യജുർവേദമാണ്. യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിലാണ് എല്ലാം ഉള്ളത്. ഋഗ്വേദവും യജുർവേദം കൂടി അതിൻ്റെ കൂട്ടത്തിൽ സാമവേദവുമാണ്. പക്ഷേ സാമവേദം മനസ്സിലാക്കേണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട്. അപ്പോൾ അത് അവസാനത്തേക്ക് മാറ്റി വെക്കും. പക്ഷേ ഋഗ്വേദത്തിലാണ് എല്ലാം ഉള്ളത്. ഇപ്പോൾ ഋഗ്വേദവും യജുർവേദവും നമ്മൾ ഏകദേശം അതിനൊരു 2 ഘട്ടമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 1ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് വേദത്തിലെ എല്ലാ സയൻസും, നമ്മൾ കോളേജുകളിൽ നിന്നെല്ലാം പഠിക്കുന്ന എല്ലാ സയൻസും ചരിത്രവും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനകത്തുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കാനാണ്. ഇപ്പം നമ്മൾ കെമിസ്ട്രി ഉണ്ടെന്ന് കണ്ടു, ബയോളജി കണ്ടു, സുവോളജി കണ്ട്, ബോട്ടണി കണ്ട്, മറ്റേ എന്താണ് മാത്സിലേക്ക് കടന്നിട്ടില്ല. മാത്സിലേക്ക് പ്രത്യേകിച്ച് കടക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അത് പിന്നീടാകാം. പിന്നെ എന്തുണ്ടെന്ന് കണ്ടു, ഹിസ്റ്ററി കണ്ടു, പൊളിറ്റിക്സ് കണ്ടു, മനഃശാസ്ത്രങ്ങൾ കണ്ടു, മനുഷ്യൻ്റെ ബിഹേവിയറിനെ പറ്റിയുള്ള എല്ലാം കണ്ടു. അങ്ങനെ അതിലില്ലാത്ത ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് വിമാനങ്ങളെപ്പറ്റി, റോക്കറ്റുകളെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കി കണ്ടു വേദത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ടോ, പുറത്തു നിന്ന് പഠിക്കുന്നുണ്ടോ, അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അല്ലാതെ വേദം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത വരികളൊന്നുമല്ല, അതിന് നല്ല അർത്ഥങ്ങളുണ്ട്. അതായത് ഋഗ്വേദത്തിലും ഋഗ്വേദത്തിൽ തന്നെ എല്ലാം ഉണ്ട്. യജുർവേദം എന്ന് പറയുമ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും, നമ്മൾ ശാസ്ത്രലോകം കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാം നമ്മൾ ഋഗ്വേദത്തിൽ നിന്ന് യജുർവേദത്തിൽ നിന്നും എല്ലാം സാമവേദത്തിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥർവവേദം അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. അപ്പോൾ യഥാർത്ഥ പഠനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഋഗ്വേദം തന്നെയാണ്. അതിൻ്റെ 1ാം ഘട്ടത്തിലൂടെ നമ്മൾ പോയത് ആദ്യം കേൾക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വേദങ്ങളിൽ നമ്മൾ ഈ പഠിക്കുന്ന സയൻസ് എല്ലാം ഇതിനകത്തുണ്ട് എന്ന സംഗതി. ഇതുവരെ അങ്ങനെയല്ല. ചിലവർ പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ധാരണ വേറെ എന്തെല്ലോ ആണെന്നാണ്.
അപ്പോൾ വേദത്തെപ്പറ്റി എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അതിനാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. ഇപ്പം കെമിസ്ട്രി, ഫിസിക്സ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എൻജിനീയറിംഗ്, ടെക്നോളജി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഈ ജാനുവരി 20 ആകുമ്പോഴേക്ക് ആ ഒന്നാം ഘട്ടം കഴിയും. അതിൽ ജാനുവരി 17 വരെ ഉള്ളതെല്ലാം നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1-2 ക്ലാസ്സും കൂടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൻ്റെ പൂർണ്ണമാകും, ഋഗ്വേദം യജുർവേദത്തിൻ്റെ. അപ്പം നമ്മൾ വിട്ടിരിക്കുന്നത് ഈ 18 പുരാണങ്ങളാണ്. പക്ഷേ ഋഗ്വേദം നമ്മൾ കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതിൽ ചുരുക്കിയാണ് പറയുക. അതിൽ വ്യാഖ്യാനത്തിലൂടെയാണ് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുക. ഉദാഹരണമായിട്ട് കട്ട് ചെയ്യേണ്ട തത്വം പല്ലിൽ നിന്ന് പഠിക്കണം, തീർന്നു. പിടിപ്പിക്കേണ്ട തത്വം അതിൻ്റെ മോണയിൽ നിന്ന് മനസ്സിലാക്കണം. ആ കട്ടിങ് മെറ്റീരിയലിൻ്റെ സ്വഭാവമെല്ലാം അതിൻ്റെ അകത്ത് നിന്ന്, അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ നിന്ന്, പല്ലിൻ്റെ അകത്തുള്ള ഘടനയിൽ നിന്ന്, സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ഇങ്ങനെ ഓരോ വരിയിലങ്ങ് തീർക്കുകയാണ്. അതപ്പോൾ സയൻസ് നല്ലവണ്ണം പഠിച്ചവർക്ക് മാത്രമേ ആ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ കണ്ടതാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണത്തിൻ്റെ സ്വഭാവം കണ്ണിൽ നിന്ന് മനസ്സിലാക്കണം. കണ്ണിൻ്റെ ഘടനയായിട്ട് ചേർത്തുകൊണ്ട് അവിടെ എന്തെല്ലാം ഫംഗ്ഷൻ നടക്കുന്നു, അതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജനറേറ്ററിൻ്റെ തത്വം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇതൊന്നും സാധാരണക്കാരനൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനറേറ്ററിനെ പറ്റി നല്ല ബോധമുണ്ടെങ്കിൽ, കണ്ണിൽ എന്താണ് സംഭവിക്കുന്നത് നല്ലൊരു ബോധമുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശ ഘടന പറഞ്ഞു തരിക. അല്ലാണ്ട് അവർക്ക് ഈ വരച്ചു തരാനുള്ള ഇതൊന്നുമില്ല. തരാൻ പറ്റായിട്ടല്ല, അവർ ചുരുക്കി പറഞ്ഞു. കാരണം വേദത്തിലെല്ലാം പറയേണ്ടി ഇങ്ങനെ പറയാനേ പറ്റൂ. കട്ട് ചെയ്യേണ്ടതെല്ലാം പല്ലെന്ന് മനസ്സിലായിക്കോ, അതിൻ്റെ അതിൻ്റെ സ്വഭാവം, ആ കട്ടിങ് മെറ്റീരിയലിൻ്റെ ബലത്തെ പറ്റിയല്ല, അതിൻ്റെ ആ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് മനസ്സിലായിക്കോ എന്ന്, അകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അതെല്ലാം എൻജിനീയറിംഗ് പഠിക്കുന്നവർ പറച്ചലിൽ മനസ്സിലാവും. അല്ലാത്തവർക്കൊന്നും അത് പറഞ്ഞാലൊന്നും മനസ്സിലായില്ല. അപ്പം വേദങ്ങളിൽ ഇങ്ങനെയാണ് എല്ലാം പറയാൻ പോകുന്നത്. പക്ഷെ വിസ്തരിച്ച് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പുരാണ കഥകളിലൂടെയാണ്. അപ്പം ആദ്യം 17 കഥകളിലൂടെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് 18ാമത്തെ ഭാഗവതവും വന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം കടക്കാൻ പോകുന്നത് വേദത്തിലെ പ്രപഞ്ച സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ ക്രമത്തിൽ നോക്കാൻ പോവുകയാണ്. പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അത് തൊട്ടിട്ട്, അതാണ് ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്? അതിന് വേദം കൊടുത്തിരിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അത് നിർഗുണമാണ്, അത് ഏകനാണ്, അത് ഒറ്റക്കാണ്, അത് നിർഗുണമാണ്. അതാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അപ്പം അതെന്താണ് സംഗതി? അതിനെയാണ് സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പിന്നെ ഒരു ഈശ്വര രൂപത്തിലേക്കെല്ലാം വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ഒരു ഉപനിഷത്തിലോ മറ്റോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം എന്താണ് ഈ ഈശ്വരൻ എന്നത്? അതിൻ്റെ ആ രൂപം എന്താണ്? അതാണ് പുരുഷനും പ്രകൃതി എന്നെല്ലാം നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. ദ്വയമായിട്ടാണ് വരുന്നത്. എന്താണ് അത്? ഈ ബ്രഹ്മം എന്താണ് ദ്വയമായി മാറിയത്? അവിടെയാണ് പരമാത്മാവും ജീവാത്മാവും എല്ലാം വരുന്നത്. അവിടെയാണ് ഇന്ദ്രനും നമ്മൾ പറയുക എല്ലാ കർമ്മത്തിൻ്റെ പിന്നിൽ ഒരു ഇന്ദ്രനുണ്ട്. അത് ഇന്ദ്രനെല്ലാം എന്താണെന്ന് അവിടെയാണ് വരുന്നത്. നാരദൻ എന്താണ്? ആദ്യം അത് ത്രിമൂർത്തികളാണിട്ടാണ് മാറുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. അതിനു മുമ്പിൽ ദേവന്മാരും അസുരന്മാരും ആകുന്നു. അപ്പൊ എന്താണിതെല്ലാം? ദേവന്മാരെന്താണ്? അസുരന്മാരെന്താണ്? എന്താണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ? ഇതെല്ലാം സയൻസിലോട്ട്, അതിലൂടെയാണ് നമ്മളെ ആറ്റങ്ങൾ, ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയിട്ട് വരുന്നത്. പരിവർത്തന സിദ്ധാന്തം പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. മനുഷ്യരുണ്ടായതെല്ലാം ആ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായതിൻ്റെ ശേഷമാണ് പ്രപഞ്ചമുണ്ടായത്. ആ പ്രപഞ്ചമുണ്ടാകുമ്പോൾ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങളാണ്, കുറേ ഗോളങ്ങളുണ്ടായി.
അവിടെ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അത് ബിഗ് ബാങ് എന്ന് പറയും. എങ്ങനെയായി പൊട്ടിത്തെറിച്ച്, എന്താണ് പൊട്ടിത്തെറിച്ച്, ഇതെല്ലാം മനസ്സിലാക്കണ്ടേ. ശാസ്ത്രലോകം അവിടെയല്ലോ എവിടെയല്ലോ കാല് വെച്ചങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ കുറേ ഗോളങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷം അതിനെയെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കുറേ അവിടെ കുറേ ഗോളങ്ങളാണ്. ചെറുതും വലുതുമായ കുറേ ഗോളങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ ചുറ്റും ചുറ്റുന്നു. അതെല്ലാം നമ്മുടെ ശാസ്ത്രലോകം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, സൂര്യന് ചുറ്റും കുറേ ഗോളങ്ങൾ ചുറ്റുന്നുണ്ട്. ഈ സൂര്യൻ ഇതിനെയെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഏകദേശം ഇന്നത്തെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങളെ കുറേ ഗോളങ്ങൾ കൂട്ടിയ ഒരു കൂട്ടമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചം എങ്ങനെയാണെന്ന് ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇനി നമുക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈരയുടെ 14 ലോകങ്ങളുണ്ട്. എന്താണ് ഈ 14 ലോകങ്ങൾ? 14 ലോകത്തിലുള്ളത് കുറേ ഗോളങ്ങളാണ്. ഒന്ന് മനസ്സിലാക്കുക, ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നതും കുറേ ഗോളങ്ങളെ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തതിനെയാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നത്. അപ്പം ആദ്യം പഞ്ചഭൂതങ്ങളായി, പിന്നെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് കുറേ ഗോളങ്ങൾ ഉണ്ടാക്കി, ഗോളങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അവസാനം കുറേ ഗോളങ്ങളെ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് പ്രപഞ്ചമുണ്ടായി. പ്രപഞ്ചഘടനയിൽ 7 തരത്തിലാണ് അതിനെ, ഈരയുടെ 14 തരത്തിലാണ് ഈ ഗോളങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെല്ലാം പടം വരച്ചിട്ട് ഇങ്ങനെ ഗോളം ഇങ്ങനെ വരച്ചിട്ട് സൗരയൂഥ സിസ്റ്റത്തിൽ സൂര്യൻ നടുവിൽ ഭൂമി എങ്ങനെ ചുറ്റുന്ന മാതിരി ഈ ഗോളങ്ങളെയെല്ലാം നമുക്ക് പടം വരച്ചിട്ട് തന്നെ വേദം പറഞ്ഞു തരുന്നുണ്ട്. പൊട്ടിത്തെറിച്ചതും ബിഗ് ബാങ്ങും അതെല്ലാം വേദം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നിർഗുണമായ ബ്രഹ്മം ഇതാണ് പ്രപഞ്ചമായി മാറിയത്. ഇങ്ങനെ 7 ലോകങ്ങൾ, ഇതെല്ലാം തന്നെയാണ് മറ്റുള്ള മതങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ലോകമുണ്ട് എന്ന് പറയും. പക്ഷെ എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷെ വേദങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ പ്രപഞ്ചഘടന, ഈശ്വരൻ എന്താണ്, ബ്രഹ്മം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാ മതങ്ങളും പറയുന്നത് എന്താണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന്. പക്ഷെ അത് ആദ്യം പറഞ്ഞത് വേദങ്ങളാണ്. ബ്രഹ്മം ഒന്നേ ഉള്ളൂ, അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതാണ് യഥാർത്ഥ. അതിൽ നിന്നാണ് അടുത്ത സ്റ്റേജായി ഈശ്വരൻ വരുന്നത്. അതും ഏകനാണ്. പിന്നെ അത് 3ആയി തീരുന്നുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. മറ്റുള്ളതിലുള്ളിലെ നോക്കിക്കേ, അവിടെയുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മറ്റേലില്ലേ നോക്കിക്കേ, അവിടെയും ലാത്ത മനാത്ത ഊസ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് 3 ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം എടുത്ത് കളഞ്ഞു. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സയൻസിലൂടെ വേദങ്ങൾ പറയുന്നതിന് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ കൊണ്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെയും ദേവന്മാരും അസുരന്മാരും ഉണ്ടെങ്കിൽ അവിടെയും പിശാചും മറ്റേ കുന്തലും ഉണ്ട്. ജിബ്രിയേൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെയെല്ലാം കാണാം ഈ 2 വ്യത്യസ്തമായിട്ടുള്ളത്. സാത്താൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം ഉണ്ട്, അതെല്ലാം അവിടെ ഉണ്ട്, പേരിലെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉത്ഭവം ആദ്യമുണ്ടായ വേദങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് പിന്നീട് നമുക്ക് കാണാം. ഇത് വേദങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ മതങ്ങളിൽ തന്നെയാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പം വ്യാഖ്യാനത്തിൽ എന്തെല്ലാം, അതെല്ലാം മതങ്ങളാണ്. വേദം എന്ന് പറഞ്ഞ ഒരു സയൻസ് പുസ്തകമാണ്. ഈ സയൻസ് പുസ്തകത്തിനെ ഭാഷാ പണ്ഡിതർ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ മതങ്ങളായിട്ട് മാറിയത്. അപ്പോൾ സയൻസിലൂടെ നമ്മൾ വരുമ്പോൾ എല്ലാവരും അതിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കും. അപ്പം വേദം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും വേദത്തിൽ ഇങ്ങനെ ഓരോ വരിയിലും പറയുമെങ്കിലും കഥരൂപത്തിൽ, കഥയാകുമ്പോൾ കഥാപാത്രങ്ങൾ വേണം. 17 പുരാണങ്ങളിലൂടെയാണ് വേദങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ പൂന്താനത്തോട് മത്സ്യം തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത്, മത്സ്യം കൂർമ്മം വരാഹം. എങ്കിലും നമ്മൾ തൊട്ട് കൂട്ടാൻ പോകുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. ഈശ്വരൻ എന്താണ്, ഈശ്വരൻ അതിൽ നിന്നാണ് ഈ ക്രമം. എങ്ങനെയത് ദ്വയമായി, എങ്ങനെയത് 14 ലോകങ്ങളായി മാറി എന്നെല്ലാം ഇലക്ട്രോണും പ്രോട്ടോണിലൂടെ തന്നെയാണ് അത് മാറുന്നത്. അതെല്ലാം വേദം നമുക്ക് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പക്ഷെ ഉള്ളൊരു കുഴപ്പം ഇതാണ്, വേദത്തിൽ ഒരു വരി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതൊന്നും ഇവൻ പറയുന്നത് ശരി, ഇത് ഇവൻ്റെ ഭാവനയിൽ അടിക്കുകയാണെന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിയും.
ഇപ്പം പല്ലിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ ബലത്തെപ്പറ്റി പല്ലിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കണം ഇന്റേണൽ സ്ട്രക്ചർ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയാം അതെല്ലാം വ്യാഖ്യാനിക്കുകയാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ സയൻസിലോട്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കും അത് തന്നെയല്ല സംഗതി ഇത്. പക്ഷെ ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാണ കഥകളിലൂടെയാണ്. അവർ കഥകളായിട്ട് നീട്ടി വലിച്ചെഴുതിയിട്ടുണ്ട്. പ്രപഞ്ചം ഉണ്ടാകുന്നത് മുഴുവൻ കഥകളിലൂടെ മാത്രമേ നമുക്ക് വേദത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല സയൻസ് അറിയുന്നവർക്കാണെങ്കിൽ വേദത്തെ നേരിട്ട് നോക്കിയാൽ ഇതെല്ലാം അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് സയൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ ഈ പുരാണ കഥകളിലൂടെ മാത്രമേ വേദം പഠിക്കാൻ പറ്റൂ. അപ്പം വേദം പഠിക്കണ്ടെങ്കിൽ അതുമാതിരി തന്നെ ഉപനിഷത്തിനെ പറ്റി ബ്രഹ്മത്തെപ്പറ്റി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വേദത്തിൽ അവിടെയും ബ്രഹ്മത്തെ എവിടെയും കാണില്ല. വേദത്തിലുള്ള മുഴുവൻ സയൻസാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഈശ്വരനെ പറ്റിയുള്ളത് എവിടെയോ അവിടെ മാത്രമേ ഉള്ളൂ. അത് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. അതിൽ ബ്രഹ്മം എന്ന് പറയുന്നതിനെ പറ്റി പരാസയൻസിനെ പറ്റി സയൻസ് രണ്ടുണ്ട്, പരയും അപരയും. ഈ പരയിലാണ് ബ്രഹ്മവും ഈശ്വരനും നാരദനും ത്രിമൂർത്തികളെല്ലാം വരുന്നത് പരാസയൻസിലാണ്. സൃഷ്ടിയുടെ ആ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടാകുന്നതിന് മുൻപിലുള്ള അവസ്ഥ പരാസയൻസാണ്. അപ്പം അതിനെപ്പറ്റി വേദങ്ങളിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഉപനിഷത്ത് തന്നെ പറഞ്ഞു തരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വേദങ്ങളിലുള്ള ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടെങ്കിൽ ഈ പുരാണ കഥകൾ എടുത്തുകൊണ്ട്, അപ്പം പൂന്താനത്തോട് മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞപ്പോൾ നമ്മൾ ബ്രഹ്മം തൊട്ടാണ് കൂട്ടാൻ പോകുന്നത്. എന്താണ് ബ്രഹ്മം? പക്ഷെ അവിടെയെല്ലാം ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത് 108 ഉപനിഷത്തിലൂടെയാണ് വിവരിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ വേദത്തിൽ അവിടെ ഒരു വഴി പറഞ്ഞിട്ടൊക്കെ നിൽക്കും. അതുകൊണ്ടൊന്നും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനാണ് 108 ഉപനിഷത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ. വേദത്തിൽ നിന്ന് നേരിട്ട് കയറി ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നോക്കിയാൽ നടക്കില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് 108 ഉപനിഷത്തിലൂടെ വിവരിച്ചു തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സയൻസുകളെല്ലാം ഓരോ വിഷയം അടിസ്ഥാനമാക്കി അങ്ങനെ വരുന്നത് ഒരു 10 അവതാരമായിട്ട് പറഞ്ഞുകൊണ്ട്, മത്സ്യം കൂർമ്മം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിനെ ഓരോന്നിനും കഥരൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മത്സ്യപുരാണം, കൂർമ്മപുരാണം, വിഷ്ണു പുരാണം, നാരദ പുരാണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങൾ കഥരൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ 10 അവതാരങ്ങളെ പറ്റിയുള്ളതിന് ഇതിനെ എല്ലാം എടുത്തിട്ട് ഓരോ പുരാണങ്ങളായിട്ട് അതിൻ്റെ പിന്നിലുള്ള എങ്ങനെയാണ് ആ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള കാര്യമെല്ലാം മത്സ്യം തൊട്ടിട്ടാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം വിസ്തരിച്ചിട്ട് ഈ 17 പുരാണം വേണ്ടെടുക്കണ്ട 17 പുരാണത്തിലൂടെയും പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വേദം പഠിക്കണ്ടെങ്കിൽ 17 പുരാണവും പഠിക്കണം. അതും ഞാൻ വേദം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ വേദം പഠിക്കണ്ടെങ്കിൽ പുരാണവും ഉപനിഷത്തും 4 വേദങ്ങളും പഠിച്ചാൽ മാത്രമേ വേദം പഠിക്കാൻ പറ്റുള്ളൂ. ഇത് 4 പഠിപ്പിച്ച വേദപഠനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്താൽ പറ്റുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ ഈ പുരാണം വിട്ടുപോയിരിക്കുകയാണ്. ഈ 17 പുരാണവും നമ്മളിവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമൊന്നുമില്ല, പക്ഷേ എത്ര സമയമെടുക്കുമെന്ന് ചിന്തിച്ചു നോക്കി. അപ്പം വേദവ്യാസനം തോന്നി ഇതെല്ലാം പലയിടത്ത് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുന്നില്ല എന്ന്. അതാണ് വേദവ്യാസന അവസാനം ഒരു സുഖമില്ല. ആരും വായിക്കുന്നുമില്ല. അത് പലയിടത്തായി കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല എന്ന് തോന്നിയിട്ടാണ് അത് എന്ത് ചെയ്തത്, ഇതെല്ലാം ഈ കഥകളെയെല്ലാം ചേർത്ത് വെച്ചിട്ട് ഭാഗവതം എഴുതിയത്. അപ്പൊ എല്ലാ കഥയും വരുമോന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നും അതിൻ്റെ വരുന്നില്ല. ഈ 18 പുരാണത്തിൽ വരുന്നൊന്നും 17 പുരാണത്തിലെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന വേദത്തിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. പക്ഷെ അതിൽ പ്രധാന കഥകളെല്ലാം എടുത്തുകൊണ്ട് ഒരു ക്രമത്തിൽ വേദവ്യാസൻ എന്ത് ചെയ്തു, ഭാഗവതം എഴുതി. അപ്പം ഭാഗവതം എഴുതുമ്പോൾ ഒരു പ്രശ്നം, അതിലും കുറെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഏതുള്ളത് മഹാഭാരതം എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ആ കഥയിൽ തന്നെ കുറെ എക്സ്പാൻഷനാണ് മഹാഭാരതവുമായിട്ട് എഴുതി വെച്ചത്. അപ്പൊ ഇതെല്ലാം കൂടുമ്പോൾ മാത്രമേ വേദപഠനാവുകയുള്ളൂ. അപ്പൊ ഈ 17 പുരാണങ്ങളിലെ 17 പുരാണങ്ങളെ കഥകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇനി
ബ്രഹ്മം തൊട്ട് വിവരിക്കുമ്പോൾ ആ കഥകൾ വെച്ചുകൊണ്ടാണ് പറയാൻ പോകുന്നത്. അപ്പം പിന്നെ മിച്ചം വരുന്നത് ഏതാണ്? ഈ ഭാഗവതമാണ്. ഭാഗവതം എന്തിനു വേണ്ടിയാണ് എഴുതിയത്? ഈ 18 വരുന്നത് പലയിടത്ത് കിടക്കുന്നതിനെ എല്ലാം കഥരൂപത്തിലാക്കിയത് കൊണ്ടാണ് ഭാഗവതം. അപ്പം ഭാഗവതം ഒഴിവാക്കിയിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്ന വേദങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഭാഗവതമാണ്. അപ്പം ഭാഗവതം ഒഴിവാക്കുന്നതും ശരിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ 17 പുരാണങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം ഭാഗവതത്തിൽ വരുമ്പോൾ ഒരുമാതിരി എല്ലാ കഥകളും വരും. അപ്പം ഭാഗവതം നമ്മൾ ക്ലാസ് ആരംഭിച്ചാലേ പറ്റുള്ളൂ. ഈ കഥകളെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം വേദപഠനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കും. അപ്പം ഭാഗവതത്തിലേക്കും കടക്കണം. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഭാഗവത ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന അല്ല, ചിലവർക്കെല്ലാം അറിയാം. ഭാഗവതത്തിലുള്ള എല്ലാ കാര്യവും ഒരുമാതിരി എല്ലാ കഥകളും അറിയായിരിക്കും. പക്ഷേ നമ്മളെ ഭാഗവത പ്രഭാഷണത്തിലൊന്നും ഇതിലേക്കൊന്നും പോകുന്നില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇത് കൃഷ്ണൻ്റെയും രാധേൻ്റെയും കഥയാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നുമല്ല. ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ രാമനെയും കൃഷ്ണനെയും ഇടക്ക് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെയാണ് പറയുന്നത്, പരമാത്മാവിനെയാണ്, അല്ലാതെ ആ കൃഷ്ണനല്ല. കൃഷ്ണൻ അത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മളും എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ അതിനെ ആ അർത്ഥത്തിലെടുക്കണം. അല്ലാതെ കൃഷ്ണ കഥയിലെ രാധയും കൃഷ്ണനും അതിടക്കിടക്ക് പറയുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് ഭാഗവതം എന്ന് പറയുന്നത് വലിയൊരു എല്ലാ 17 പുരാണങ്ങളിലുള്ള കഥകൾ, വേദത്തിലുള്ള എക്സ്പ്ലെയിൻ ചെയ്ത കഥകൾ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഭാഗവതം. അപ്പം ഈ 18 പുരാണങ്ങളിലെ കഥകൾ ഒരു ക്രമത്തിൽ എഴുതുമ്പോൾ എന്ത് പറ്റും? ചെറിയ മോഡിഫിക്കേഷനാണ് വരുത്തണം എന്ന് തോന്നും. കാരണം കഥയായിട്ട് വഴിക്ക് എഴുതുമ്പോൾ ചില മാറ്റങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ ഈ 10 അവതാരങ്ങളെല്ലാം കുറേയായിട്ട് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെയുള്ള കഥകൾ കുറേ വ്യത്യാസം ഭാഗവതത്തിൽ വന്നിട്ടുണ്ട്. അവിടെ പറയുന്ന കഥയിൽ നിന്നല്ല ചെറിയ വ്യത്യാസങ്ങൾ ഭാഗവതത്തിൽ കാണും. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് 17 പുരാണങ്ങളിലെ കഥകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വേദങ്ങളെ ഇനി വ്യാഖ്യാനിക്കേണ്ടത്. ബ്രഹ്മം തുടങ്ങിയിട്ടാണ് തുടങ്ങുക. ഇലക്ട്രോണിലൂട്ടി, പ്രോട്ടോണിലൂട്ടി, പ്രപഞ്ചവും ബിഗ് ബാങ്ങും എല്ലാം കടന്നുകൊണ്ടാണ്, പ്രപഞ്ചഘടനയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. തൃത്വം, ട്രിനിറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ തൃത്വം, ട്രിനിറ്റി എന്ന് പറയുന്നത് അവരാണ്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ മതങ്ങളാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വേദപുസ്തകമാണ്. മതം എന്ന് പറയുന്നത് ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതമല്ല, അത് വേറെയാണ്. അത് നമ്മളെ വിഷയമല്ല. നമ്മൾ വേദത്തിലേക്കാണ് നോക്കുന്നത്. അതൊരു സയൻസ് അപ്രോച്ചിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അവർ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അതെല്ലാം പിന്നീട് ഉണ്ടായതാണ്. വേദത്തിൽ ഇതിനൊന്നും ഇത്തരത്തിലൊന്നും അല്ല ഉള്ളത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വേദത്തിൽ എന്താ ഉള്ളത്? അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വേദങ്ങളിലൂടെ കിട്ടാൻ പോകുന്നത്. എന്താണ് അതുകൊണ്ട്? അവർ തമ്മിൽ തല്ലുന്നുണ്ട്. 3 ദൈവങ്ങളെന്ന് ഒരു കൂട്ടർ പരിഹസിക്കാൻ നേരം പറയല്ല, നിങ്ങൾക്കുണ്ടല്ലോ 3 തൃപ്തം ഉണ്ടല്ലോ. അപ്പം മറ്റവരോട് പറയുമ്പോൾ പറയും നിങ്ങൾക്കുണ്ടല്ലോ ലാഭം. ഇതെല്ലാം നെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരമുള്ള മത്സരങ്ങൾ കാണും. പക്ഷെ ആർക്കും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പല മത്സരങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ വേദത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് എന്ന് നമുക്ക് പിന്നീട് കാണാം. ക്രമത്തിൽ വിവരിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടുകയും ചെയ്യും. ഈ പറയുന്ന സംശയങ്ങളെല്ലാം ഏത് സംശയങ്ങളും തീരുകയും ചെയ്യും. അപ്പം അങ്ങനെ പോകുമ്പോൾ 17 പുരാണങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് വേദത്തെ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ കണ്ണിലൂടെ ജനറേറ്റർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിസ്തരിച്ച് പറയുന്ന എവിടെയില്ലായിരിക്കും. അതിനെ വിസ്തരിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് പുരാണത്തിൽ കഥരൂപത്തിലും മറ്റുമെല്ലായിട്ടായിരിക്കും പറയുക. അപ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മളിനി എടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഒരു വരി പറഞ്ഞുകൊണ്ട് പുരാണ കഥയും ചേർത്തുകൊണ്ട് കഥകൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ വേദത്തിൽ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമുണ്ടായത് വിവരിക്കാൻ പോകുന്നത്.
അപ്പം കഥ പറയും, എന്നിട്ട് അതിൻ്റെ പിന്നിൽ വേദത്തിലുള്ള വരിയും ചേർത്തുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ 17 പുരാണത്തിലെ എല്ലാ കഥകളും എടുക്കും. അപ്പോൾ പുരാണങ്ങളെയും എടുക്കുന്നുണ്ട്. പക്ഷെ 18ാമത്തെ മുമ്പ് ഭാഗവതം ഇതെല്ലാം ചേർത്ത് വെച്ച് പറയുന്നതായതുകൊണ്ട് 17 പുരാണത്തിലേക്ക് കടക്കാതെ നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കാരണം എങ്കിലേ പഠനം പൂർത്തിയാവുകയുള്ളൂ. ഭാഗവതത്തിലെ എല്ലാ കഥകളും ഉണ്ട്. അപ്പം ഭാഗവതം എടുത്താൽ മതി. 17 പുരാണം പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള കഥകളാണ് ആദ്യം എഴുതിയത്. അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗവതം തീർത്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാഗവതം തീർക്കണ്ടെങ്കിൽ അതും ഓരോ വരിയും വെച്ചുകൊണ്ട് വരികളൊന്നും വിടാതെ പാരായണവും ചെയ്ത് വിവർത്തനവും ചെയ്ത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകും. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സയൻസിലൂടെ വ്യാഖ്യാനിക്കില്ല. അതിൽ ഞാൻ പറഞ്ഞു ബ്രഹ്മം തൊട്ട് വിവരിക്കുന്നിടത്ത് ഈ കഥ വെച്ചിട്ട് അന്നേരമാണ് അവിടെ സയൻസുമായിട്ട് ചേർക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കഥേനെ കുറച്ചൊരു ശാസ്ത്രീയമായ വ്യാഖ്യാനം നടത്തിയിട്ടേ പോവുകയുള്ളൂ. പക്ഷേ ആ കഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഭാഗവതത്തിലുള്ളത് എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ 17 പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥകളിലെ പ്രധാനപ്പെട്ടത് ഭാഗവതത്തിൽ എഴുതി വെച്ച എല്ലാ കഥകളും, അതായത് 18 പുരാണങ്ങളിലെ കഥകൾ ഏകദേശം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വേദത്തിലെ വരികളുമായിട്ട് അതിനെ സയൻസുമായിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ഈ പുരാണ കഥകൾ നമ്മളെ മനസ്സിലാദ്യം വരണം. അതെല്ലാവരുടെ മനസ്സിലൊന്നുമില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ സംഗതിയാണെന്നാണ് ധരിച്ചു വെച്ചത്. അതല്ല, ഭാഗവതത്തിൽ 90% ആരും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അറിയുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷേ പുറത്ത് പറയുന്നില്ല. പുറത്ത് പറയുന്നത് രാധേനെയും കൃഷ്ണനെയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് തന്നെ നമ്മളെ ഒരു ഭൂരിപക്ഷം ജനത്തിൻ്റെ മുന്നിൽ എന്തോ ഒരു മിഥ്യാധാരണ ഉണ്ടായിട്ടുണ്ട്. ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെയും രാമൻ്റെയും കഥയാണ്. അങ്ങനെയല്ല. അപ്പം അതിലൂടെയെല്ലാം നമ്മൾ പോകേണ്ടതുണ്ട്. പക്ഷെ അതൊരു വലിയ പ്രവൃത്തിയാണ്. അത് തീരണ്ടെങ്കിൽ ഓരോ ദിവസവും ഇത് അപ്ലോഡ് ചെയ്യണം ഭാഗവതവും. അതിനെപ്പറ്റി കുറച്ചൊന്ന് ചിന്തിച്ച്, കാരണം ഒന്നിനും ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പകുതിക്കിട്ട് ഓടുന്നത് ശരിയല്ല. അതുകൊണ്ട് അതെങ്ങനെ വേണം, അതിനുള്ള സൗകര്യം ഒത്തു വരണം. ഒരു വലിയ ബാധ്യത തന്നെ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ വലിയ ബാധ്യതയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം തന്നെ നോക്കിക്കുക. 108 ഉപനിഷത്തിൽ 40ഓളം ഉപനിഷത്തുകൾ വരി വായിച്ച് അർത്ഥവും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അഥർവവേദത്തിൻ്റെ എത്രയോ സൂക്തങ്ങൾ 5-1 എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ വരികൾ വായിച്ച് അർത്ഥവും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അത് എത്ര വലിയ ഉയർന്നൊരു അതൊരു ത്യാഗം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ അതുവരെ ഋഗ്വേദ യജുർവേദ എത്രയോ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മുഴുവൻ പറയാൻ പോവുകയാണ്. കഥയും ചേർത്ത് വെച്ചുകൊണ്ട് പറയേണ്ട ആവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് 17 പുരാണങ്ങളിലെ കഥയും ചേർത്ത് വെച്ചാൽ ഇനിയും ഈ ഋഗ്വേദ യജുർവേദവും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് വലിയൊരു ഭാരം തന്നെയാണ്. എന്തായാലും ഋഗ്വേദ യജുർവേദ ആദ്യഘട്ടത്തിൻ്റെ ജൂലൈ ഒരു 20 വരെയുള്ള നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1-2 ക്ലാസ് മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ടിയുള്ളൂ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 1ാം ഘട്ടത്തിൻ്റെ എല്ലാം പൂർത്തിയാകും. നമുക്ക് 2 ക്ലാസിൻ്റെയും കൂടി അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാനുവരി 20 വരെയുള്ളത് നെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം കടക്കേണ്ടതിനെ പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുക. അതിന് സമയമുണ്ട്. ജാനുവരി 20 വരെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗവതത്തിൽ കടക്കണോ
അല്ലേ അതിനെ എങ്ങനെ പോകണമെന്ന് ഒരു പിടിയും തൽക്കാലം ഇല്ല, ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തുടങ്ങുന്നുണ്ടെങ്കിൽ ദിവസവും പറഞ്ഞു കൊണ്ടുപോയേ പറ്റൂ. അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. കാരണം അതെല്ലാം ഒരു സഹകരണത്തിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അല്ലാതെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. 3-4 വ്യക്തികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും വലിയൊരു വിഷയം. 4 വേദങ്ങളും 108 ഉപനിഷത്തുക്കളും 18 പുരാണങ്ങളും, പ്രധാനപ്പെട്ട വേദങ്ങളിലൊന്നും വഴിയൊന്നും വിടാൻ പോകുന്നില്ല. പുരാണങ്ങളിലെ പ്രധാന കഥകളെല്ലാം എടുത്തു പോയേ പറ്റൂ. 108 ഉപനിഷത്തും വഴിയൊന്നും വിടാതെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അതിനെ പാരായണം ചെയ്യണം, അതിൻ്റെ അർത്ഥവും പറയുക, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു വ്യാഖ്യാനം. അപ്പോൾ ഇതെല്ലാം വലിയൊരു ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അത് കൊണ്ടുപോകാനും പറ്റിയിട്ടുണ്ട്. ഇനി പുരാണ കഥകളിലൂടെയാണ് വേദത്തിലേക്ക് കയറാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്കാണ്, അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അത് ജാനുവരി 18 20-ാം തീയതിക്കുള്ളിൽ എന്ത് വേണമെന്നല്ല ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാമെന്നാണ് വെക്കുന്നത്. പിന്നെ വേദം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം നമ്മളൊന്നും അല്ല ചെയ്യുന്നത്, നമ്മളെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ ശക്തി വിശേഷം ചെയ്യിക്കുന്നതാണ്. നമ്മളെ ഇതൊരു കരുമാത്രമാണ്. അതുകൊണ്ട് അതെല്ലാം അതിന് തന്നെ വിട്ടുകൊടുക്കണം. നമ്മളെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെല്ലാം അത് നോക്കിക്കോളും. കൊണ്ടുപോകണ്ടേ എന്നല്ല, അത് നോക്കിക്കോളും. അത് ആഗ്രഹിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. നമ്മളതിൻ്റെ കരു മാത്രം അങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം